ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ നിൽക്കുന്നുണ്ട് ഇപ്രാവശ്യം. അപ്പോൾ അതുകൊണ്ട് എല്ലാ അനുഗ്രഹവും സഹായവും ഉണ്ടാവണം, മാറ്റങ്ങൾ ഉണ്ടാവണം. രണ്ട് മുന്നണികളെയും മാറി മാറിയിട്ട് നമ്മൾ പരീക്ഷിച്ചാണ് കുറേ കാലങ്ങളായിട്ട്. അപ്പം അതിന്ന് നമുക്ക് ഒരു മാറ്റം ഉണ്ടാവണം. അപ്പം അതിന് പ്രാവശ്യം തീർച്ചയായിട്ടും ബി.ജെ.പിക്ക് വോട്ട് ചെയ്തിട്ട് വിജയിപ്പിക്കണം. എല്ലാ അനുഗ്രഹം. വേനൽ ചൂടിനെ കവച്ചുവെക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിനാണ് കേരളം മൊത്തം സാക്ഷ്യം വഹിക്കുന്നത്. പട്ടാമ്പി മണ്ഡലത്തിലും അതിശക്തമായ മത്സര ചൂടാണ്. അപ്പോൾ അഡ്വക്കേറ്റ് പി മനോജ്, പട്ടാമ്പിയുടെ NDA സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ നിളക്കൊപ്പമുള്ളത്. എങ്ങനെ തോന്നുന്നു ഈ വോട്ടഭ്യർത്ഥനയും ഈ ഒരു പ്രചരണ തിരക്കുകളെ കുറിച്ച് എന്ത് പറയുന്നു? ഈ കേരളത്തിലെ ജനങ്ങൾ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് വല്ലാതെ കാത്തിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം അതുകൊണ്ട് തന്നെ കേരളം ഇത്രയും കാലം കേരളത്തിലെ BJPയെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് BJPക്കും കേരളത്തിലൊരു വലിയ സ്വീകാര്യത കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ജനങ്ങളുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് ജനങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ കാലത്തെ കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ, കേന്ദ്ര സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ, അതിലൊക്കെ ജനങ്ങൾ വളരെയധികം ആകൃഷ്ടരാണ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് തന്നെ ജനങ്ങളിൽ നിന്ന് നല്ല രീതിയിലുള്ള സ്വീകാര്യത ഭാരതീയ ജനതാ പാർട്ടിക്ക് കിട്ടുന്നുണ്ട്. കേരളത്തിലൊരു മാറ്റം വേണമെന്ന് ജനങ്ങളെല്ലാം തന്നെ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. പട്ടാമ്പിയുടെ ഒരു പൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശക്തമായ ഒരു ത്രികോണ മത്സരം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും പട്ടാമ്പിയിൽ ഒരു ത്രികോണ മത്സരം തന്നെയാണുള്ളത്. BJP ശക്തമായിട്ടുള്ള പ്രവർത്തനം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. വോട്ട് അഭ്യർത്ഥിച്ച് ചെല്ലുമ്പോൾ ആളുകളുടെ ആവശ്യം അല്ലെങ്കിൽ അവർക്ക് വല്ല പരാതിയായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ പറയാറുണ്ട്? പട്ടാമ്പിയിൽ നിരവധി പ്രശ്നങ്ങളുണ്ട്. പട്ടാമ്പിയിൽ വികസനങ്ങൾ നടത്തി എന്നുള്ളത് ഒരു വെറും പ്രചരണം, ഒരു PR വർക്ക് മാത്രമാണ്. പട്ടാമ്പിയിലെ അടിസ്ഥാന വിഷയങ്ങളെ സംബന്ധിച്ചുള്ള യാതൊരു കാര്യങ്ങളും നടന്നിട്ടില്ല. നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ പട്ടാമ്പിക്ക് ലഭിക്കാനുണ്ട്. ഇപ്പോൾ പട്ടാമ്പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, പട്ടാമ്പി രണ്ട് പ്രധാനപ്പെട്ട നദികളുടെ ഇടയിൽ കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഒരു ഭാഗത്ത് ഭാരതപ്പുഴ, ഒരു ഭാഗത്ത് തൂതപ്പുഴ. പക്ഷെ പട്ടാമ്പിയിലെ കുടിവെള്ളക്ഷാമ പ്രശ്നം, വളരെ രൂക്ഷമായിട്ടുള്ള കുടിവെള്ളക്ഷാമ പ്രശ്നമുണ്ട് പട്ടാമ്പിയിൽ. പട്ടാമ്പിയുടെ കാർഷിക മേഖല, ഒരു കാലത്ത് കാർഷിക മേഖലയിൽ ഏറ്റവും മികച്ച രീതിയിൽ നിലനിന്നിരുന്ന ഒരു പ്രദേശമായിരുന്നു നമ്മുടെ പട്ടാമ്പിയുടെ സമീപ പ്രദേശങ്ങളും. പക്ഷേ ഇന്ന് പട്ടാമ്പിയിലെ കാർഷിക മേഖലയുടെ അവസ്ഥ എന്താണ്? തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. പല സ്ഥലത്തും ഞങ്ങൾ ചെല്ലുന്ന സമയത്ത്, വീടുകളിൽ വോട്ടഭ്യർത്ഥിച്ച് ചെല്ലുന്ന സമയത്ത് അവിടെ കൂട്ടിയിട്ട നെൽക്കൂമ്പാരങ്ങൾ ചാക്കിൽ കെട്ടിയിട്ട് നെല്ല് വെച്ചിരിക്കുകയാണ്. അത് കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങളില്ല. നെല്ല് ഏറ്റെടുക്കാനുള്ള സപ്ലൈക്കോ ഏറ്റെടുക്കുന്നില്ല. ഏറ്റെടുത്തവർക്ക് പലർക്കും 3 മാസത്തിലേറെ കാലമായിട്ട് അതിൻ്റെ യാതൊരു സംഖ്യയും കിട്ടിയിട്ടില്ല. അപ്പോൾ രൂക്ഷമായിട്ടുള്ള നമ്മുടെ കർഷകർ വളരെയധികം ധാരാളം, ഇപ്പോൾ ചെമ്പ്ര ഭാഗത്ത്, നമ്മുടെ പുറമത്ര ഭാഗങ്ങളിലൊക്കെ ചെന്ന സമയത്ത് പല വീടുകളിലും നെല്ലുകൾ ചാക്കിൽ കെട്ടിയിട്ട് കൂട്ടിയിട്ടിരിക്കുന്ന കാഴ്ച കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ കർഷകർ വളരെയധികം ദുരിതമനുഭവിക്കുന്നുണ്ട്. ഇതൊന്നുമില്ലാതെ കേവലം ഒരു റോഡ് അവിടെ ചെയ്തുവെന്നോ എങ്ങനെയുള്ള നിസ്സാര കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വലിയ വികസനം നടത്തി എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥ സംഗതികൾ ഇതല്ല. ഇപ്പോൾ പട്ടാമ്പിയിൽ 10 വർഷമായിട്ടുള്ള ഒരു MLA ആണ് വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി പോകുന്നത്. പക്ഷേ പട്ടാമ്പിയിൽ നമ്മുടെ യുവാക്കൾക്കൊരു തൊഴിൽ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് സംരംഭമാണ് 10 കൊല്ലം കൊണ്ട് തുടങ്ങിയിട്ടുള്ളത് പറയാൻ സാധിക്കില്ല. പട്ടാമ്പിയിൽ ഒരു വ്യവസായം, എന്തെങ്കിലും ഒരു വ്യവസായ സ്ഥാപനം പട്ടാമ്പിയിലുണ്ടോ? ആ രീതിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പട്ടാമ്പിയിൽ നോക്കുന്ന സമയത്ത് കഴിഞ്ഞ 10 വർഷം കൊണ്ട് യാതൊരു വികസനവും പട്ടാമ്പിയിൽ നടത്തിയിട്ടില്ല എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. മറ്റൊന്ന്, പട്ടാമ്പിയിൽ ഒരു പൊതുശ്മശാനത്തിൻ്റെ പ്രശ്നമുണ്ട്. ഈ രണ്ട് കൂട്ടരും തമ്മിൽ ഒന്നിച്ചിട്ടാണ് ഭരിച്ചിരുന്നത്. പട്ടാമ്പി മുനിസിപ്പാലിറ്റി ഒന്നിച്ചിട്ടാണ് ഭരിച്ചിരുന്നത്. പക്ഷേ എന്നിട്ട് എന്തുണ്ട്? ഇവർ പരസ്പരം ഇവരുടെ രാഷ്ട്രീയ അജണ്ടകൾ കാരണം ഇത്രയും കാലമായിട്ടും അത് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഇപ്പോൾ പട്ടാമ്പിയിലെ റോഡ് വെറും കേവലം 11.5 കിലോമീറ്റർ മാത്രമുള്ള ഒരു റോഡിൻ്റെ പണി തുടങ്ങിയിട്ട് 3 വർഷത്തിലേറെ കാലമായി. 11.5 കിലോമീറ്റർ പണിയാൻ 3 വർഷം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തികച്ചും അത്ഭുതമാണത്. അപ്പോൾ ആ റോഡിൻ്റെ പണി ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. വാടാനംകുറിശി മേൽപ്പാലം 3 വർഷത്തിലേറെ കാലമായി, അത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മുടെ തൂതപ്പുഴയിൽ വിളയൂർ ഭാഗത്ത് തടയണ, അതിൻ്റെ അവസ്ഥ, അത് തകർന്നു നിർമ്മിച്ചതിന് ശേഷം. ഇങ്ങനെ നിരവധി ഗ്രാമീണ റോഡുകൾ തകർച്ചയിലാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയൊക്കെ നമുക്ക് പട്ടാമ്പിയിലുണ്ട്. പക്ഷേ ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഇതൊന്നുമല്ല എന്നുള്ള രീതിയിൽ വലിയ വികസനങ്ങൾ പട്ടാമ്പിയിൽ നടത്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് തെറ്റായ രീതിയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു PR വർക്കിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നത് മാത്രമാണ്. അടിസ്ഥാന മേഖലയെ സംബന്ധിച്ചിടത്തോളം പട്ടാമ്പിയിൽ യാതൊരു വികസന കാര്യങ്ങളും നടന്നിട്ടില്ല. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ NDAക്ക് സാധിക്കുമെന്ന് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടി നരേന്ദ്രമോദി കഴിഞ്ഞ 12 വർഷക്കാലം ഈ രാജ്യത്ത് ചെയ്ത അഴിമതി രഹിത വികസന പ്രവർത്തനങ്ങളുണ്ട്.
ജനങ്ങൾക്ക് ചെയ്ത നിരവധിയായിട്ടുള്ള ക്ഷേമ പദ്ധതികളുണ്ട്, ക്ഷേമ പ്രവർത്തനങ്ങളുണ്ട്. ഞങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത് നിങ്ങൾ 12 വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിനെയും 10 വർഷത്തെ പിണറായി വിജയൻ സർക്കാരിനെയും തമ്മിൽ താരതമ്യപ്പെടുത്താനാണ്. അത് ജനങ്ങളുടെ മുന്നിലുള്ളതാണ്. ഞങ്ങൾക്കത് ജനങ്ങളുടെ മുമ്പിൽ തുറന്നു വെക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അത് തന്നെയാണ് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അത് അവതരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. കേന്ദ്രത്തിലുള്ളതുപോലെ കേരളത്തിലും ഒരു BJP സർക്കാർ വരണം. അത് വരുമ്പോഴാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ശരിയായ രീതിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ പല പദ്ധതികളും ഇന്ന് കേരളത്തിൽ വേണ്ട രീതിയിൽ നടപ്പാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല, പലതും നടപ്പാക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളുടെ മുഴുവൻ പ്രയോജനവും കേരളത്തിൽ ലഭിക്കണമെങ്കിൽ കേരളത്തിലും മാറ്റമുണ്ടാവണം. കേരളത്തിലും BJPയുടെ സർക്കാർ അധികാരത്തിൽ വരണം. പട്ടാമ്പിയിലും അതിൻ്റെ ഭാഗമായിട്ടുള്ള മാറ്റമുണ്ടാവണം. അതാണ് ഞങ്ങൾക്ക് ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കാനുള്ളത്. ഓൾ ദ വെരി ബെസ്റ്റ്. ഇമാനുവൽ സിൽക്ക് സ്റ്റോറൂമുകളിൽ റമദാൻ വസ്ത്രശോഭയുമായി നൂർ വസ്ത്ര റമദാൻ സ്പെഷ്യൽ കളക്ഷൻസ്. വൻ വിലക്കുറവിനൊപ്പം നേടൂ കൈനിറയ സമ്മാനങ്ങളും. ഓരോ പർച്ചേസിനൊപ്പവും നേടാം സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. എല്ലാ കൂപ്പണുകളിലും ഉറപ്പായ സമ്മാനങ്ങൾ. കൂടാതെ വിവാഹ പർച്ചേസുകൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളും ആനുകൂല്യങ്ങളും. സാരികളുടെയും ലേഡീസ് വെയറുകളുടെയും വലിയൊരു ലോകമൊരുക്കി ലേഡീസ് സെക്ഷൻ. മികച്ച ബ്രാൻഡുകളുമായി മെൻസ് വെയർ സെക്ഷൻ. കുഞ്ഞോമനകൾക്കായി ഏറ്റവും വലിയ കിഡ്സ് വെയർ സെക്ഷൻ. വെഡ്ഡിംഗ് സാരികൾ, ലാച്ചകൾ, ലെഹങ്കകൾ, ഗൗണുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ ട്രെൻഡുകൾ. ചെറിയ പെരുന്നാളിന്റെ വലിയ സന്തോഷങ്ങൾ ഇമ്മാനുവൽ സിൽക്സിനോടൊപ്പം ആവട്ടെ. ഇമ്മാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. ഓൾസോ അറ്റ് കണ്ണൂർ, കാഞ്ഞങ്ങാട് ആൻഡ് ഇരിട്ടി.